എന്തൊക്കെയോ കാരണങ്ങളാൽ അവരുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിലും, അവരുമായി നേരിട്ട് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും എവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ വലിയ വായിലെ വിളിച്ചു പറയുന്നവർ പണ്ടൊക്കെ കാണപ്പെടുന്നത് മാനസികാരോഗ്യ ആശുപത്രികളിലായിരുന്നു, സെല്ലുകളിലായിരുന്നു. അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ലോക്കപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ കിടന്നാണ് ആരെയും പേര് വിളിച്ച് വല്ലാണ്ട് തെറി പറയുന്നത്. ഇന്ന് ആ സെല്ലുകളിൽ കിടക്കുന്നവർ കുറച്ചുകൂടി ശാന്തരാണ്. അതിനു പകരം വളരെ തുറസായ സ്ഥലത്ത് ഈ വെളിയിട വിസർജനം സർക്കാർ അവസാനിപ്പിച്ച് എല്ലാവർക്കും ബാത്റൂമുകൾ അടച്ചിട്ട മുറികളിൽ അല്ലെങ്കിൽ അത്തരം കക്കൂസുകൾ നൽകുന്ന പദ്ധതി ഒരുപാട് മുന്നോട്ട് പോവുകയും വിജയിക്കുകയും ചെയ്തുവെങ്കിലും സാമൂഹ്യ മാധ്യമത്തിൽ ഇന്ന് വെളിയിട വിസർജനം പോലെ ഇരുന്ന് ഈ വായിൽ വരുന്നതെന്തും ആരെയും പറയുന്നവരുടെ എണ്ണം വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് ചിലർക്ക് വലിയ സന്തോഷമായി തോന്നും, മറ്റ് ചില സന്ദർഭങ്ങളിൽ അവർക്ക് വലിയ ദേഷ്യവും പ്രതികാര മനോഭാവവും തോന്നും. ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ നിശബ്ദരാവുകയും അവരെ ഭയന്ന് എന്തെങ്കിലും പറയാനും ചെയ്യാനും മടിക്കുകയും ചെയ്യുന്ന ആളുകളുടെ രാഷ്ട്രീയത്തിലെ എണ്ണം ഗണ്യമായി കൂടി വരികയാണ്. എല്ലാവരും എന്തെങ്കിലും ഒരു സംഭവത്തിന്, താൻ ചെയ്ത കാര്യത്തിന് അല്ലെങ്കിൽ താൻ ഇട്ട പോസ്റ്റിന് എത്ര ലൈക്കും ഷെയറും കിട്ടിയെന്ന് ബാത്റൂമിൽ കയറിയിരുന്ന് നോക്കുന്നൊരു കാലത്ത് കൂടി ജീവിച്ചു പോകുമ്പോൾ ഇന്ന് അതിനെയും ഭയപ്പെടേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് സത്യം. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ വെളിയിട വിസർജനം പോലെ ആ മാനസികാരോഗ്യത്തിൻ്റെ നിയന്ത്രണം വിടുന്ന കാഴ്ചകൾ മരണത്തോട് പോലും കാണിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് വലിയ വേദന തോന്നുന്നത്. ആരൊക്കെയോ മാതാപിതാക്കളുടെ ജൈവിക പ്രക്രിയയാൽ ജനിച്ചവരായിരിക്കുമല്ലോ ഏത് പേരുകളിൽ ഇരുന്നായാലും ഇത് എഴുതുന്നത്. അവർക്കും പ്രിയപ്പെട്ടവരാരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയിട്ടും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവരും മരിക്കാനിരിക്കുന്നവരാണല്ലോ. ആ വരിയിൽ, ആ ക്യൂവിൽ ഈ ഓർമ്മകളിൽ എന്തെങ്കിലും ഇവർക്കുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഒന്ന്, ഒരു മാതാവും പിതാവുമായി ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രക്രിയയിലൂടെ ജനിച്ചതാണെന്ന ബോധ്യം, അത് ഉത്ഭവിച്ചത് എവിടെ നിന്നാണെന്നും ഇപ്പോഴുള്ളത് എങ്ങനെയാണെന്നും, ഇനി അത് കഴിഞ്ഞ് അവരടക്കമുള്ള പലരും മരണപ്പെട്ടു പോയിട്ടുള്ളതിൻ്റെ ഓർമ്മകൾ, അങ്ങനെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ അവരവർ തന്നെ മരിക്കാനിരിക്കുന്നതോ ആണെന്നുള്ളൊരു ബോധ്യമെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരങ്ങൾ കാര്യങ്ങൾ ചെയ്യില്ലെന്ന് വിചാരിക്കാം. മലയാളത്തിൻ്റെ നടന്മാരിൽ ഒരാളാണ് സലീം കുമാർ. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ടാവാം. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലെ കാര്യങ്ങൾ, അതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ മൃതദേഹത്തോട്, ആ മരണമെന്ന പ്രക്രിയയോട്, ആ മരണമെന്ന പ്രക്രിയയിൽ രാഷ്ട്രീയമില്ലല്ലോ, ഡെഡ് ബോഡിക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ആർക്കും ആരോപിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്നിട്ടും ആ ആളിനെ തുടർച്ചയായി കമൻറ്റുകളിലൂടെയും അല്ലാതെയും ചീത്ത പറയുന്നത് കുറേ നേരമായി ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുകയാണ്. ചത്തു, അത്ര തന്നെ, മരണമാരെയും വിശുദ്ധനാക്കുന്നില്ല. നിഖിൽ വർമ്മ എന്നത് വർമ്മയാകണമെന്നില്ല, നിഖിലാവണമെന്നില്ല. എന്നാലും ഈ പറഞ്ഞ സ്വാഭാവികമായ പ്രക്രിയയിലൂടെ ജനിക്കപ്പെട്ട ഒരാളാണ് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ അവരും പറയുന്നത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഒരു കൂട്ടം ഇതുപോലെയുള്ള കമൻറ്റുകൾ. ഈ മാനസിക രോഗത്തെ വ്യത്യസ്തമായ രീതിയിൽ മാനസികാരോഗ്യ വിദഗ്ധർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഫോമോ എന്ന് പറയുന്നൊരവസ്ഥയാണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അഥവാ ഈ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എഴുതിയില്ലെങ്കിൽ ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോകുമോ എന്ന് പറയുന്ന ഒരു ചിന്ത. അതുകൂടാതെ ഇതിൻ്റെ മാനസികമായ ആഘാതങ്ങളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഓൺലൈൻ ഡിസിൻഹിബിഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അജ്ഞാതത്വത്തിൻ്റെയും അദൃശ്യതയുടെയും ലോകത്ത് സംഭവിക്കുന്ന തികച്ചും അശ്ലീലമായ അയഥാർത്ഥമായ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രതികരണമായും സൈക്കോളജി പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി സാമാന്യേന യോഗ്യമായ ഒരു വിശദീകരണം മാനസികാരോഗ്യ വിദഗ്ധർ നൽകിയത് ഡാർക്ക് ടെട്രാഡ് വ്യക്തിത്വ വൈകല്യങ്ങൾ എന്നാണ്. ഡാർക്ക് ടെട്രാഡ് മീൻസ്, ടെട്രാഡ് എന്ന് വെച്ചാൽ 4 ഘടകങ്ങൾ ചേരുന്ന വ്യക്തിത്വ വൈകല്യം. അതിലൊന്ന് സാഡിസമാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. മരിച്ചവരായാലും ആ മരിച്ചവരെ പിന്തുണയ്ക്കുന്ന അനുയായികളെ ആയാലും, മരിച്ചവരെ വേദനിപ്പിക്കാൻ ഒക്കില്ലല്ലോ. അപ്പോൾ ആ മരിച്ചവരിൽ അതിനെ വിശ്വസിക്കുന്ന അനുയായികളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി, അവഹേളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രൂരമായ വിനോദമെന്നുള്ള നിലയിൽ ഇത് എഴുതുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്നു. രണ്ടാമത്തേത് സൈക്കോപത്ത് അഥവാ സൈക്കോപതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഒട്ടും സഹതാപമോ കാരുണ്യമോ ഒന്നുമില്ലാതെ
ഈ പറഞ്ഞ ചെയ്യുന്നതിൽ ഒരു കുറ്റബോധവും തോന്നാതെ, കാരണം മരിച്ചവരെ പറയുമ്പോൾ സാധാരണ കുറ്റബോധം തോന്നേണ്ടതാണ്, ഇതൊരു കുറ്റബോധവും തോന്നാതെയാണ് ഈ കാര്യം ചെയ്യുന്നത്. മൂന്നാമത്തേത് നാർസിസം, അഥവാ ഈ സ്വയം ഞാനാണ് വലുത്, എൻ്റെ മിടുക്ക് കണ്ടോ, എൻ്റെ അനുയായികൾ എന്നെ കണ്ട് അങ്ങോട്ട് തിളയ്ക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ചിന്താഗതി. പിന്നെ മറ്റൊന്നുള്ളത് മച്ചിയാവെല്ലിയാനിസം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം അവസ്ഥ. എന്ന് വെച്ചാൽ സ്വന്തം താല്പര്യങ്ങൾക്കായി മറ്റുള്ളവരെ കൃത്രിമമായി ഉപയോഗിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുക. ഇത് നാലും കൂടി ചേർത്താണ് ഈ പറയുന്ന ഡാർക്ക് ടെട്രാഡ് വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത്. ഈ വൈകല്യങ്ങളാണ് ഇത്തരം ആക്ഷേപങ്ങൾക്ക് കാരണമായി തീരുന്നത്. ഇത് രാഷ്ട്രീയ എതിരാളികളെ ഒക്കെ ആക്ഷേപിക്കുമ്പോൾ ഇത്തരം വൈകല്യങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇനി അതിനും വരും കാലത്ത് ഒരു ചികിത്സ വേണ്ടിവരും. ചിലപ്പോൾ അതാത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തും.